ഹലോ, നമസ്കാരം. ഇന്ന് എല്ലാവരും കൂടി ഷാനവാസിന്റെ മെക്കെട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. എന്ത് മാങ്ങാ തൊലിക്കാൻ അയാളുടെ മെക്കെട്ട് കയറാൻ വേണ്ടി പോകുന്നത്? അയ്യേ, അയാൾ എന്ത് ചെയ്ത്? എന്തും പറഞ്ഞിട്ടാണ് ഈ ഷാനവാസിന്റെ മെക്കെട്ട് കുമാര് കയറാൻ വേണ്ടി പോയത്? ഗസ്റ്റ് വന്ന സമയത്ത് അപ്പം മര്യാദയായിട്ട് പെരുമാറി, റെസ്പെക്ട് കാണിച്ചില്ല, ഇതും പറഞ്ഞിട്ട് അയാൾക്ക് എഗെയിൻസ്റ്റ് സംസാരിക്കുന്ന ആൾക്കാർക്ക് നാണമില്ലെന്നാണ് ഞാൻ ആലോചിച്ചത്. സീരിയസ്ലി മാൻ, നാണെന്ന് പറഞ്ഞ സാധനമില്ലേ? ഷാനവാസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. വെറുതെ പണിയെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പണി എടുത്തിട്ടുണ്ട് എന്നുള്ളതൊരു സത്യസന്ധമായൊരു റിയാലിറ്റിയാണ്. അയാൾ പണിയെടുത്തത് കൊണ്ട് തന്നെയാണ് അയാൾക്ക് 4 സ്റ്റാർ കിട്ടിയത്. അപ്പം അയാൾ ചെയ്യേണ്ട പണി അയാൾ കൃത്യമായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവർ ഈ റെസ്പെക്റ്റ് കൊടുത്തില്ല എന്ന് നാളില്ലാതെ പറയുന്ന സമയത്ത് ഈ പറയുന്ന ആൾക്കാർ എന്തുകൊണ്ടാണ് ഈ ഗസ്റ്റ് കയറി വന്നിട്ട് കാണിച്ചു കൂട്ടിയ കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും ചിന്തിക്കാത്തതെന്നാണ് പലപ്പോഴായിട്ട് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. സീരിയസ്ലി, അവരെന്താണ് ഗസ്റ്റ് കാണിച്ചു കൂട്ടിയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാത്തത്? ഓക്കെ, റിയാസ് ഗസ്റ്റായിട്ടൊക്കെ കയറി വന്നു, ആയിക്കോട്ടെ, വന്നിട്ട് അവൻ ഭരിച്ചോട്ടെ, അല്ലെങ്കിൽ അവന് ചെയ്യാൻ പറ്റുന്ന പരിപാടിയൊക്കെ ചെയ്തോട്ടെ. പക്ഷെ ഒരു പരിധി വിട്ടിട്ട് ഞാൻ ഗസ്റ്റാണേ എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള ആൾക്കാരെ അടിമയായിട്ട് കണ്ട് അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്തിട്ട് ഒരു പരിധി വരെയൊക്കെ ആ പരിധി വിട്ടിട്ട് കയറിയിട്ട് പെരുമാറുന്ന ഒരു സാഹചര്യം വരുമ്പോഴും എന്താ പറയുക, നമ്മൾ തൊഴിലാളികളാണ് എന്ന് പറഞ്ഞിട്ട് ആംബ്ര എന്ന് പറഞ്ഞിട്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ നിൽക്കാൻ താല്പര്യമുള്ള ആൾക്കാർ അവിടെ വേറെ കണ്ടസ്റ്റൻസ് ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും. അവര് അങ്ങനെ നിന്നോളും അടിമയായിട്ട്. ഷാനവാസിന്റെ കേസിൽ നിന്നല്ല, അത്യാവശ്യം അഭിമാനമുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം റെസ്പെക്റ്റ് കൊടുക്കും. പക്ഷെ ന്യായമില്ലാത്ത രീതിയിൽ മെക്കെട്ട് കയറാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ, അഭിമാനമുള്ള ഒരു തൊഴിലാളിയാണെന്നുണ്ടെങ്കിൽ അവിടെ ചീത്ത വിളിക്കും, ചിലപ്പോൾ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ 2 പൊട്ടിക്കുകയും ചെയ്യും. ഇവിടെ ഷാനവാസിന്റെ കേസിൽ അത്രേ സംഭവിച്ചിട്ടുള്ളൂ. ഒരുപാട് കയറി അങ്ങോട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോയി, റിയാസിനെ ഇട്ടിട്ട് നല്ല രീതിയിൽ കിട്ടി. അവിടെ ഗസ്റ്റ് ആണെങ്കിലും റെസ്പെക്ട് അർഹിക്കുന്നില്ല. ഈ ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ വരുന്ന എല്ലാ ഗസ്റ്റിനെയും എന്താ പറയുക, റെസ്പെക്ട് ചെയ്തിട്ട് കുമ്പിട്ട് തൊഴണം എന്ന് യാതൊരു നിർബന്ധമില്ല. വരുന്ന ഗസ്റ്റ് അപ്പുറത്ത് നിൽക്കുന്നത് തൊഴിലാളികളാണ്, അല്ലെങ്കിൽ അവരും ഹ്യൂമൻസ് ആണെന്നുള്ള രീതിയിൽ കാണാതെ ഡിസ്റെസ്പെക്ട് ചെയ്തുകൊണ്ട് പെരുമാറി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് നിൽക്കുന്ന ആളും ഇപ്പുറത്തേക്ക് പെരുമാറും എന്നുള്ളൊരു കാര്യം കൂടിയിട്ട് ഈ ഗസ്റ്റും മനസ്സിലാക്കണം. അവിടെ മറ്റ് അടിമകളായ തൊഴിലാളികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം റിയാസ് വന്നു, ഓക്കെ, അയാൾ ഭരിച്ചോട്ടെ, എന്താണെന്ന് വെച്ചാൽ കാണിച്ചോട്ടെ, ഗസ്റ്റ് ആണല്ലോ, കാണിക്കാം. അപ്പോൾ പക്ഷേ ഇയാൾ എന്താ ചെയ്തത്? ടാർഗറ്റ് ചെയ്യുന്നു. അവിടെ നിന്ന് മറ്റേ എന്താ കച്ചറ ഇരിക്കേണ്ടോടത്ത് ഇരിക്കണം. കച്ചറ ഇരിക്കണം, അത് അവിടെ ഇരുന്നോട്ടെ. ഒരു തവണയൊക്കെ എടുത്തിട്ടൊക്കെ ഒരു കളി കളിച്ചു എന്നുണ്ടെങ്കിൽ പോട്ടെ. പക്ഷെ ഇത് ടാർഗറ്റ് ചെയ്ത് ഈ സാധനം എടുത്തിട്ട് പിന്നെ ഫ്ലോർ കൊണ്ടുവന്നിട്ട് ഇടുക, എന്നിട്ട് അത് ഇതാക്കാൻ വേണ്ടി പറയുക, അതിനെ അങ്ങനെയുള്ള ഒരു ടാർഗറ്റ് ചെയ്തിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ഇങ്ങനത്തെ കൈൻഡ് ഓഫ് പ്രവർത്തികളൊക്കെ എങ്ങനെ മറ്റു തൊഴിലാളികൾക്ക് ഇത് കണ്ടിട്ട് ഓംബ്ര എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടി പറ്റുന്നു? അല്ലെങ്കിൽ മറ്റു തൊഴിലാളികൾ എന്തുകൊണ്ട് അതൊരു കണ്ടന്റ് ആക്കിയില്ല? അല്ലെങ്കിൽ അവരെന്തുകൊണ്ട് സ്വന്തം തൊഴിലാളിക്ക് അങ്ങനെ ഒരു പ്രയാസം ഉണ്ടായിട്ട് എന്തുകൊണ്ട് അവർ ഇടപെട്ടില്ല എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അതിന് കഴിവ് വേണം, അതിന് കണ്ടന്റ് ഉണ്ടാക്കാനുള്ള ഒരു കഴിവും ബുദ്ധിയും ആക്ച്വലി ഉണ്ടാവണം. അതില്ലാത്തതുകൊണ്ടാണ് അവിടെ എല്ലാവരും എന്താ പറയുക, ഗസ്റ്റിൻ്റെ മുമ്പിൽ അടിമയെ പോലെ നിൽക്കുകയും ചെയ്തത്. അവിടെ ഷാനവാസ് കയറി സ്കോറും ചെയ്തത്. ഇപ്പോൾ പുറത്താണെന്നുണ്ടെങ്കിലും കണ്ടന്റ് ആയത് അതിൻ്റെ അകത്തുള്ള ആൾക്കാർ എത്ര കോയിൻസ് വാങ്ങി, ആരാണ് ഏറ്റവും കൂടുതൽ കോയിൻസ് വാങ്ങിയത് ഗസ്റ്റിൻ്റെ എന്നുള്ളതൊന്നല്ലല്ലോ ടോക്കായത്. ആൾക്കാർ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് എന്തിനെ കുറിച്ചിട്ടാണ്? അന്യായമായിട്ടുള്ള രീതിയിൽ ഷാനവാസിനെതിരെ വന്ന ഗസ്റ്റ് ടാർഗറ്റ് ചെയ്ത് ഒരു പരിധി വിട്ടിട്ട് റാങ്കിങ് എന്നുള്ള ലെവലിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഷാനവാസ് കയറി പ്രതികരിച്ചു എന്നുള്ള സാധനം ഹൈലൈറ്റ് ആയത്. അത്രയേ ഉള്ളൂ. അതാണ് ബുദ്ധി, അതാണ് കളി. ദാറ്റ്സ് ഇറ്റ്. അതിന് പിന്നെ കയറിയിട്ട് റെസ്പെക്ട് എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് നോമിനേറ്റ് ചെയ്യുന്നു എല്ലാവരും കൂടിയിട്ട് ഷാനവാസിനെ കുറ്റപ്പെടുത്തുന്നു. അതും പറഞ്ഞിട്ട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. ചെയ്തതിനോട് യാതൊരു യോജിപ്പില്ല. സംഗതി ശരിയാണ്. ഷാനവാസ് റിയാസിൻ്റെ അഗേൻസ്റ്റ് സംസാരിക്കുന്ന സമയത്ത് ചില വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, ചില വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല അതിനോടൊന്നും. ഷാനവാസ് ചെയ്യുന്നത് തെറ്റാണ്, കൺട്രോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. വളരെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ പുള്ളി കൺട്രോൾ ചെയ്യണം. അത് പുള്ളിക്ക് വാണിംഗ് കിട്ടേണ്ട കേസ് തന്നെയാണ്. പക്ഷേ ഈ വാക്കുകളെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് തക്കതായ രീതിയിൽ തന്നെ, ശക്തമായ ഭാഷയിൽ തന്നെ. പക്ഷെ അതല്ലാതെ അയാൾ റിയാസിൻ്റെ അഗെയിൻസ്റ്റ് ചൂടായി എന്നുള്ളൊരു കാര്യത്തിൽ അവിടെ മറ്റ് കണ്ടസ്റ്റൻസ് കയറിയിട്ട് ഇയാളെ തന്നെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നും ആക്ച്വലി ഇല്ല. അവിടെ ആരൊക്കെയോ അവിടെ പഠനം കേട്ടു. എന്താണ് ഈ ഇതിൻ്റെ പഠനം ഉണ്ടല്ലോ, ഈ
എന്താ പറയുക, കാറ്ററിങ്ങിൻ്റെ എന്തോ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ, അയ്യോ എന്തായാലും പറയാ, ആ പഠിത്തത്തിൽ എന്തോ പറയണത് റെസ്പെക്റ്റ് ആണ് പ്രധാനം, ഗസ്റ്റിനോട് കാണിക്കേണ്ടത് എന്നുള്ളൊരു സംഭവം ആണ്, അതുകൊണ്ട് റെസ്പെക്ട് കീപ്പ് ചെയ്യണം എന്നുള്ള രീതിയിൽ ആരും പറയുന്നുണ്ട്. അങ്ങനെ ഒരു 5 സ്റ്റാർ ഹോട്ടലിലും ഒന്നാമത് ഒരു ഗസ്റ്റും വന്നിട്ട് എന്തോ സുഖമില്ലാത്ത ആളെ പോലെ പെരുമാറിൽ ആൾക്കാർ കുറവായിരിക്കും. ഒരു പരിധി വിട്ടിട്ട് അങ്ങനെയൊക്കെ പെരുമാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യും. അല്ലാതെ ഗസ്റ്റ് വന്ന് തലേന്ന് വന്ന് ഊറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്പറ ഊറിക്കോ എന്ന് പറഞ്ഞ് നിൽക്കണമെന്നൊന്നും ഒരു 5 സ്റ്റാർ ഹോട്ടലിലും ഒരു എന്താ പറയുക റൂൾ ബുക്കിലും എഴുതി വെച്ചിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, അനീഷ്, ഈ അനീഷിനോട് അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിന് ഭയങ്കര പുച്ച. അവരെ എന്താ പറയുക, അനീഷിനെ ഒരു തരത്തിലും അവർ മാനിക്കുന്ന പോലുമില്ല. ഓക്കെ, അനീഷിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് ചില കാര്യങ്ങളിൽ. ഓക്കെ, അയാൾ എന്താ റിപ്പീറ്റഡ് ആയിട്ടുള്ള രീതിയിൽ പറയുന്നു, തൊള്ള തുറന്നിട്ട് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാർക്ക് ഇറിറ്റേഷൻ ആവും എന്നുള്ള കാര്യമൊക്കെ സത്യം തന്നെയാണ്. അത് എനിക്ക് ഇറിറ്റേഷൻ ആവാറുണ്ട്. ബട്ട് അത് മാത്രമല്ല പറയുന്നത്, ഇയാൾ ഇടയിൽ കൂടെ ഇൻ്റർഫിയർ ചെയ്യുന്നൊരു സംഗതിയൊക്കെ ഉണ്ട്. അവിടെ വന്നിട്ട് ഒരാൾ സംസാരിക്കുമ്പോൾ ഇയാൾ ഇൻ്റർഫിയർ ചെയ്യുന്ന സംഭവം, അതൊക്കെ ആക്ച്വലി കൺട്രോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ അക്ബർ നമ്മുടെ ജിഷിം വന്നിട്ട് സംസാരിച്ച സമയത്ത്, അല്ലെങ്കിൽ ഷാനവാസ് വന്ന് സംസാരിച്ച സമയത്ത്, അനീഷ് വന്ന് സംസാരിച്ചപ്പോഴൊക്കെ ആണെങ്കിലും അവിടെ അക്ബർ ആണെങ്കിലും വേറെ പല ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവിടെ ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ട്. അവിടെ എല്ലാവരും ആരും മിടുക്കന്മാരൊന്നുമല്ല. എല്ലാവരും പറയുമ്പോൾ ഈ പറഞ്ഞ അനീഷിനെയും ഷാനവാസിനെയും ജിഷിനെയൊക്കെ എന്താണ് വന്ന് സംസാരിക്കുന്ന അവർ ഇൻ്റർഫിയർ ചെയ്യുന്ന സമയത്ത് പറയുന്നേ ഉള്ളൂ. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന അവരാണെന്നുണ്ടെങ്കിലും ഈ വക എല്ലാ പരിപാടികളും കാണിക്കുന്നുണ്ട്. അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ആരെങ്കിലും അവിടെ ഉമ്മർത്ത് വന്നിട്ട് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻ്റർഫിയർ ചെയ്യും, സംസാരിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കില്ല, അവർ ചോദ്യം ചെയ്യും, ഒക്കെ ചെയ്യും. പക്ഷെ ഇവിടെ അനീഷ് സെയിം കാര്യം ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഷാനവാസ് സെയിം കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് മാത്രം ഇവരുടെ മെക്കെട്ട് കയറാൻ വേണ്ടി പോകുന്ന പരിപാടി ആക്ച്വലി ഉണ്ട്. ഞാൻ പറഞ്ഞോട്ടെ, എൻ്റെ അഭിപ്രായം പറയാം. അനീഷ് ആണെങ്കിലും ഷാനവാസ് ആണെങ്കിലും അക്ബർ ആണെങ്കിലും ആരാണെങ്കിലും അവിടെ ഒരാൾ വന്ന് നോമിനേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരാൾ വന്ന് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അയാൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം തിരിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് മര്യാദ. അതല്ലാതെ ഇടയിൽ കൂടെ ഇൻ്റർഫിയർ ചെയ്യുന്നത് ആര് ചെയ്ത് കഴിഞ്ഞാലും മിസ്റ്റേക്ക് എന്നുള്ളതിനെക്കാട്ടിലും വലിയ മോശം തന്നെയാണെന്നാണ് എൻ്റെ ഒരു നിലപാട്. ബട്ട് ഈ അനീഷിൻ്റെയൊക്കെ കേസ് പറയണമെങ്കിൽ അനീഷിന് അത്തരത്തിലുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ എന്താണ് ഈ പറഞ്ഞ സാധനം തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പറയുക, അല്ലെങ്കിൽ ഇടയിൽ കൂടെ കയറുക എന്ന് പറയുന്ന സാധനം തന്നെ ഉള്ളൂ. പക്ഷെ അയാളെ തന്നെ എല്ലാവരും കൂടി ക്രൂശിക്കണം കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പുച്ഛിക്കുന്നൊരു സാധനമുണ്ട്. അയാളെല്ലാവരും കൂടി കടന്നിട്ട് പുച്ഛിക്കുക, പരിഹസിക്കുക എന്നൊരു പരിപാടി ആക്ച്വലി ഉണ്ട്. അത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇറിറ്റേഷൻ ആക്ച്വലി തോന്നും. അത് വെളിയിലിറങ്ങിയിട്ട് ഈ പറഞ്ഞ അനീഷിൻ്റെ ഫാൻസിനെയൊക്കെ കാണുന്ന സമയത്ത് റെഡി ആയിക്കോളും ആൾക്കാർക്ക്. അറ്റ്ലീസ്റ്റ് ഇവിടെ അനീഷ് അല്ലെങ്കിൽ ഷാനവാസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഒരു ആൾക്കാരുടെ ഇഷ്ടമെങ്കിലും പിടിച്ചു പറ്റിയിട്ടുണ്ട്. ബട്ട് അതിൻ്റെ അകത്തുള്ള പല കണ്ടസ്റ്റൻസും സെപ്പറേറ്റ് ആയിട്ടൊരു ഇഷ്ടം കണ്ടെത്തുക എന്ന് പറയുന്ന കമ്പാരിറ്റീവ്ലി ഇവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. അതിൻ്റെ സ്വന്തമായിട്ടൊരു കണ്ടന്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു സാധനം ഫോം ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു സാധനമൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഹോട്ടൽ ടാസ്ക് ഒക്കെ ഒരു അവസരമായിരുന്നു. പക്ഷേ ഹോട്ടൽ ടാസ്ക് വന്ന സമയത്ത് എല്ലാവരും കോയിൻ ഗസ്റ്റിൻ്റെ നിന്ന് പ്രീതിപ്പെടുത്തി കിട്ടുന്നതിൻ്റെ പുറകിലായിരുന്നു. പക്ഷേ ഗസ്റ്റ് ചെയ്യുന്ന തോന്നിയാസമാർക്കും അവിടെ വന്നിട്ട് പറയാനോ അവിടെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കാനോ ആരും ശ്രമിച്ചതുമില്ല. എല്ലാവരും അത് വേസ്റ്റ് ചെയ്തു. എന്നിട്ട് അവസാനം ഷാനവാസ് ചെയ്തപ്പോൾ എല്ലാവരും ഷാനവാസിൻ്റെ നെക്കട്ടിക്ക് കയറുന്ന അവസ്ഥയായി. ഇതാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ആദിലയുടെ ഈ പറഞ്ഞ ഷാനവാസിൻ്റെ നെവിൻ്റെയും കേസ്, ഇതൊന്ന് ശനി ഞായറിൽ അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനമാക്കി കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇത് ഷാനവാസിനും പ്രയാസം, നെവിനും പ്രയാസം. കാരണം ഷാനവാസിനുണ്ടായി എക്സ്പീരിയൻസ് എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നു. അതേപോലെ നെവിൻ്റെ കേസിൽ ഒരു വലിയ ആലിഗേഷൻ ഫേസ് ചെയ്തിട്ട് നിൽക്കുന്നു. അപ്പോൾ എന്താ വെച്ചാൽ ന്യായം നമ്മളെ അറിയിക്കണം നിർബന്ധമൊന്നുമില്ല. കാരണം ഇത് കുറച്ച് സെൻസിറ്റീവായിട്ടുള്ള വിഷയമാണ്. അത് ബിഗ് ബോസിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ നൈസായിട്ടൊന്ന് ഡീൽ ചെയ്താൽ അതൊന്ന് തീർത്ത് വീഴുകയാണെങ്കിൽ നന്നായിരുന്നു. പിന്നെ ആദിലയുടെ കേസ് പറയണമെങ്കിൽ ആദിൽ അത്യാവശ്യം നല്ല നെഗറ്റീവായിട്ട് വരുന്നുണ്ട്. അത് ആദിൽ തന്നെ ചോദിച്ചു വാങ്ങിയ ഒരു അടിയാണ്. പ്രത്യേകിച്ച് റിയാസ് വന്ന് പോയതിനൊക്കെ ശേഷം അതിൽ പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ നിന്ന് മാറി, അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ മാറിയ പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അതിലെങ്ങനെയായിരുന്നു ആദ്യമൊക്കെ ഉണ്ടായിരുന്നത് അതേ രീതിയിലൊക്കെ മുമ്പോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരുന്നു, കിടു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. പക്ഷേ റിയാസ് വന്നതിന് ശേഷം അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് മാറലും പരിപാടികളൊക്കെ കാണുന്ന സമയത്ത് അത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്, എന്ത് ഇവരിങ്ങനെ പെരുമാറുന്നു എന്നുള്ളൊരു സംഗതി തോന്നുന്നുണ്ട്. പിന്നെ ആദില ചെയ്തൊരു മിസ്റ്റേക്ക്, ഷാനവാസ്
ആദിലോട് പറഞ്ഞ സാധനം ഒരു ഉറപ്പില്ലാത്ത കാര്യമാണ്, അതായത് ആദിലേക്ക് ഉറപ്പില്ലാത്ത കാര്യമാണ്. അതും പറഞ്ഞിട്ട് നെവിനെ എഗെയിൻസ്റ്റ് സംസാരിച്ചു. ഒന്നാമത് ലക്ഷ്മി ഓനിയലിനെ കുറിച്ച് പറഞ്ഞ അതേ പരിപാടി തന്നെയാണ് ആദില ഷാനവാസിൻ്റെ വാക്ക് കേട്ടിട്ട് ഈ നെവിനെ പറഞ്ഞത്. ഷാനവാസിന് പറയാം അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഷാനവാസായി ബിഗ് ബോസായി നെവിൻ്റെ പാടായി അവർ തീരുമാനം ഉണ്ടാക്കട്ടെ. പക്ഷെ ഇവിടെ ആദിലെ കയറി വന്ന് അവിടെ ഈ പണി ഒപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ആദിലാണ് വന്നിട്ട് ആദ്യം തന്നെ ഷാനവാസിൻ്റെ ഈ ഒരു വിഷയം വന്ന് പറഞ്ഞു, അങ്ങനെ മോശമായി പെരുമാറിയെന്ന്, അങ്ങനെ ഞാൻ അതുകൊണ്ട് നെവിനെ നോമിനേറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടാണ് ആദിലെ കളി തുടങ്ങിയത്. പിന്നെ മറ്റേ നെവിൻ്റെ അടുത്ത് വഴക്കുണ്ടായ സമയത്ത് നീ വൃത്തികെട്ട കാർഡ് ഇറക്കിയിട്ടല്ലേ കളിക്കണം എന്നുള്ള ഡയലോഗ് അടിച്ചിട്ട് അവിടെയും ഈ പറഞ്ഞ ആദിലയുടെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ആദിലയുടെ കയ്യിൽ നിന്ന് പല തവണകളായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ആദിൽ നെവിൻ്റെ എഗെയിൻസ്റ്റാണ് നിൽക്കുന്നത്, മനസ്സിലായ. പക്ഷെ അത് കഴിഞ്ഞിട്ട് മെല്ലെ സംഗതി ആദരിക്കാൻ മനസ്സിലായി, സംഗതി കയ്യിൽ നിന്ന് പോയി, പണിയായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് കോളാവും എന്നുള്ളൊരു തോന്നിയത് കൊണ്ട് തന്നെ മെല്ലെ ഇപ്പം എന്തായി, അവർ അങ്ങനെ കമത്തി ഷാനവാസിൻ്റെ മണ്ടയ്ക്ക് അങ്ങോട്ട് അയാളുടെ മണ്ടയ്ക്ക് മാത്രം അങ്ങോട്ട് വെച്ചു കൊടുക്കുന്ന സാഹചര്യമായി. അതെന്ത് പരിപാടിയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, അതിൽ സോറിയൊക്കെ പറയുന്നുണ്ട്. ഈ പറഞ്ഞ നെവിൻ്റെ കേസിൽ അറിയാത്ത കാര്യം പറഞ്ഞു എന്നുള്ളൊരു സംഭവം കൊണ്ട് നെവിനോട് സോറിയൊക്കെ പറയുന്നുണ്ട്. അത് പബ്ലിക്കായിട്ട് തന്നെ സോറിയൊക്കെ പറയുന്നുണ്ട്. അതൊരു തെറ്റിദ്ധാരണ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊരു ജസ്റ്റ് സോറിയിൽ തീരുന്നൊരു സംഗതി അല്ലല്ലോ. കാരണം ഇത്രയും വലിയൊരു സീരിയസ് ആയിട്ടുള്ള ആലിഗേഷൻ അല്ലേ. ഇപ്പോൾ ലക്ഷ്മിയുടെ കേസിൽ എന്താണ്, നല്ല തെറിയ കേട്ടല്ലോ ലാലേട്ടൻ്റെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിലും. അപ്പോൾ ആതിരയുടെ കേസിലാണെന്നുണ്ടെങ്കിലും ആ ഒരു സീനിൽ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടാനുള്ള സാധ്യത, അല്ലെങ്കിൽ ചോദ്യങ്ങളുടെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ആതിര. പിന്നെ മറ്റേവർക്ക് ഞാൻ അധികം ഇടപെടുന്നില്ല. ഈ പറഞ്ഞ ഷാനവാസ് നെവിൻ വിഷയത്തിൽ ഞാൻ കയറി ഇടപെടുന്നില്ല. കാരണം അറിയില്ല, കണ്ടിട്ടില്ല, ഉറപ്പില്ലാത്ത കാര്യമാണ്. നെവിൻ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഷാനവാസ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇതിനിടയിൽ അനീഷ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ബിന്നി വന്ന് കലക്കിട്ടോ. ബിന്നി വന്നിട്ട് ആദിലേക്ക് എഗെയിൻസ്റ്റ് നിന്നിട്ട് പോയിന്റ് പറഞ്ഞു. ബിന്നി ഞാൻ ഇതുവരെ ബിന്നിയെക്കുറിച്ച് അധികം മെൻഷൻ ചെയ്ത് സംസാരിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഈ സംഗതിയിൽ ബിന്നി പറഞ്ഞ കാര്യം വളരെ കറക്റ്റാണ്. ആദിലയുടെ കേസിൽ അത് ഒരു തരത്തിൽ എക്സ്പോസ് ചെയ്യുക എന്ന് പറയുന്നൊരു സംഭവം തന്നെയാണ് ബിന്നി ആക്ച്വലി ചെയ്തത്. അത് ആക്ച്വലി അതിലേക്ക് കിട്ടിയിട്ടുമുണ്ട് ആ ഡേ. നൂറ് നൈസാണ്. നൂറമിന് ഇങ്ങനത്തെ വള്ളിയൊന്നും കയറി പിടിക്കില്ല. നൂറ് കുറച്ച് എന്താ പറയുക, കുറച്ച് സേഫായിട്ട് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ്. ബട്ട് ഇവർ രണ്ട് ഗെയിമേഴ്സായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറയ്ക്ക് അറ്റ്ലീസ്റ്റ് ഗുണമുണ്ടാവും. അപ്പോൾ ആദിലയുടെ കേസ് പറയുകയാണെങ്കിൽ ആദ്യ ഇങ്ങനെയുള്ള പരിപാടികൾ ഒപ്പിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഈ നിലപാട് മാറ്റം, അല്ലെങ്കിൽ രണ്ട് സൈഡിൽ നിൽക്കുക, അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് സംഗതി ഉണ്ടല്ലോ, ഇത് അതിലേക്ക് ഈ ദോഷം ചെയ്യുന്ന കേസ്. ഒരു കണക്കിന് നോക്കുമ്പോൾ ഇത് രണ്ട് കണ്ടസ്റ്റൻ്റ് എന്നുള്ള രീതിയിലാക്കിയത് നന്നായി. ഒറ്റ കണ്ടസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആദ്യം തെറിക്കുമ്പോൾ നൂറയുടെ ഓപ്പർച്യൂണിറ്റിയും പോയേനെ. ഇതെന്തായാലും നന്നായി സംഗതി. അറ്റ്ലീസ്റ്റ് നൂറയ്ക്ക് അതിൻ്റെ അകത്ത് എന്താ പറയുക, സർവൈവ് ചെയ്യാൻ പറ്റും അതിൽ പുറത്തായാലും. കാരണം നൂറ് ഇങ്ങനത്തെ വള്ളി പിടിക്കുന്നില്ല, നൈസായിട്ട് പോകുന്നു, അത്രയേ ഉള്ളൂ. അപ്പം ഷാനവാസിനെ ഞാൻ ഈ റിയാസ് വന്നപ്പോഴുള്ള വിഷയത്തിൽ മാത്രമാണ് സപ്പോർട്ട് ചെയ്യുന്നത്, മനസ്സിലായ. അതായത് ചില വാക്കുകൾ ഉപയോഗിച്ചു, തെറ്റാണ്, അതിനെ ഞാൻ ക്രിട്ടിസൈസ് ചെയ്യുന്നു. പക്ഷെ മറ്റേ വിഷയം എനിക്ക് അറിയില്ല. നെവിൻ ഷാനവാസ് വിഷയം എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. ബട്ട് റിയാസ് ഷാനവാസ് സംഗതിയിൽ ഷാനവാസ് ചെയ്തതിൽ പ്രത്യേകിച്ച് വാക്കുകളിൽ തെറ്റുണ്ടെന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി അയാൾ പ്രതികരിച്ചതിനൊന്നും എനിക്ക് തെറ്റ് പറയാനില്ല. പിന്നെ അനീഷ് ആണെന്നുണ്ടെങ്കിലും മറ്റെന്താണ് അവിടെ ഇരുന്നിട്ട് ഇതാക്കിയില്ല, എന്തോ ഗുലാബ് വിളിക്കാൻ വേണ്ടി നിന്നല്ലോ. തൊഴിലാളിയാണ് സാർ, ന്യായമല്ലാത്ത രീതിയിൽ എന്താണ് തൊഴിലാളിയോട് പെരുമാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെരുപ്പ് ഇട്ടിട്ടും എന്ത് ഇട്ടിട്ടും ചിലപ്പോൾ വന്നിരുന്ന് പ്രതിഷേധിച്ചു എന്നൊക്കെ ഇരിക്കും. അത് അനീഷ് ചെയ്തു അന്ന്. അതിൻ്റെ പേരിൽ അയാളെ പുച്ഛിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരൊക്കെ മടയന്മാരല്ലാണ്ട് എന്ത് പറയാനാണ്. ശരി.